കേരള മണ്ണിൽ ലീഗ് പറയും നിയമങ്ങൾ എന്ന് പറഞ്ഞ് തൊടുപുഴയിൽ ഒരു വലിയ ജാഥ ശക്തി പ്രകടനം നടന്നതിന്റെ വാർത്തകൾ ഞെട്ടിക്കുന്ന രൂപത്തിലാണ് രാഷ്ട്രീയ കേരളം കൺസീവ് ചെയ്തത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തെ മുഴുവനായി ആ കമ്മിറ്റിയെ മരവിപ്പിച്ച് അന്വേഷണത്തിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിലും വരാനിരിക്കുന്ന 5 വർഷങ്ങൾ BJP ശക്തമായി കേരള രാഷ്ട്രീയത്തിൽ വേരൂന്നും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാവുന്നു എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും എല്ലാം നാഴികയ്ക്ക് 40 വട്ടം പറയുന്നത് വരാനിരിക്കുന്ന 5 വർഷങ്ങൾ സതീശൻ ലീഗിന്റെ കയ്യിലെ കളിപ്പാവയാവും, ലീഗ് എന്ന വർഗീയ പ്രസ്ഥാനം ഇനി നാട് ഭരിക്കും എന്നുള്ളതാണ്. ലീഗ് എന്നും മതേതര സ്വഭാവം കാണിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, മതേതരത്വം എന്നും ഒരു വലിയ ബേസ് ആയി കൊണ്ടു നടക്കുന്ന പാർട്ടിയുമാണ് മുസ്ലിം ലീഗ്. പക്ഷേ മുസ്ലിം ലീഗിനെ വലിയ രീതിയിൽ മിസ്ലീഡ് ചെയ്ത് റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇടുക്കിയിലെ തൊടുപുഴയിൽ ഇന്നലെ നടന്ന ആ മുദ്രാവാക്യം എന്നുള്ളത്. ലീഗ് പ്രവർത്തകരും അറിയാതെ തന്നെ കൺസീവ് ചെയ്യുകയാണ് ആ ഒരു ചിന്താഗതി എന്നുള്ളതാണ്. കേരളത്തിലെ ഏറ്റവും ആപൽക്കരമായ ഒരു പ്രവർത്തനമാണ് ഇനി ഡെവലപ്പ് ആവാൻ പോകുന്നത്. ആരാണ് ലീഗ്? ലീഗിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയം എന്ത്? അതിനെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് VD സതീശനെ ഹൈക്കമാൻഡ് നിയമിച്ചപ്പോൾ, മുഖ്യമന്ത്രിയായി നിയമിച്ചപ്പോൾ ലീഗാണ് ഏറ്റവും വലിയ ഒരു അപ്പർ ഹാൻഡ് ആ വിഷയത്തിൽ എടുക്കുന്നത് എന്ന് മുഴുവൻ BJP, വെള്ളാപ്പള്ളി, SNDP, NSS, സൈബർ ഇടങ്ങൾ മുഴുവനും വാർത്തകൾ നിറയ്ക്കുമ്പോഴാണ് അറിയാതെ തന്നെ ലീഗ് പ്രവർത്തകരും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത് എന്ന് പറയാതെ വയ്യ. ലീഗിന്റെ ആ മുദ്രാവാക്യം എന്താണ്? VD സതീശന്റെ ശക്തി പ്രകടനത്തിൽ ലീഗ് പറയും കേരളത്തിലെ നിയമങ്ങൾ എന്ന് പറയാൻ പച്ച രാഷ്ട്രീയം പറയുന്ന പ്രവർത്തകർക്കായിട്ടുണ്ടെങ്കിൽ, താഴേക്കിടയിലുള്ള ലീഗ് പ്രവർത്തകർ അത്തരത്തിലുള്ള ചിന്താഗതി ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലീഗ് വലിയ രീതിയിൽ ഇവിടെ ശക്തി പ്രാപിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും. അത് മുഴുവനും വരാനിരിക്കുന്ന 5 വർഷങ്ങൾ മുഴുവൻ മതസാമുദായിക സംഘടനകളും വർഗീയ വിഷം വിളമ്പുന്ന മുഴുവൻ നാവുകളും അതിനെ വളരെ നെഗറ്റീവായ രീതിയിൽ ഈ സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യും. അത് വലിയ രീതിയിൽ BJPക്ക് ഇവിടെ വേരുന്നു. ലീഗ് വലിയ രീതിയിൽ വോട്ട് നേടുന്നത് ഹിന്ദുക്കളുടെയും ക്രൈസ്തവരുടെയും എല്ലാം വോട്ട് നേടിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകും. നമുക്കറിയാം, മലപ്പുറത്ത് മുസ്ലിം പോപ്പുലേഷൻ കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതലുള്ളത് ഹൈന്ദവ പോപ്പുലേഷൻ ആണ്. ആ ഹൈന്ദവരുടെ മുന്നിലേക്ക്, ഹൈന്ദവരുടെ മനസ്സിലേക്ക് ലീഗ് തന്നെ തെറ്റിദ്ധാരണ പടർത്തുന്നു. അല്ലെങ്കിൽ ലീഗ് തെറ്റിദ്ധരിക്കപ്പെടേണ്ട ഒരു പാർട്ടിയായി മറ്റുള്ളവർ പ്രതിഷ്ഠിക്കുമെന്നുള്ളതാണ്.